ഫ്രണ്ട്സ്, കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലത്തേക്കുള്ള കാപ്പി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചു. നോക്കിയാലോ. മീൻ വാങ്ങിയത് 50 രൂപ നൊത്തോലി ഫ്രിഡ്ജിലിരുന്ന് കേട്ടോ. പിന്നെ ഇന്നത്തെ കറി അതാക്കാമെന്ന് വിചാരിച്ചു, ഒരു ഐറ്റം. അപ്പോൾ കല്യാണി, എൻ്റെ അസിസ്റ്റൻറ്റ് കല്യാണി അതിനെ ക്ലീൻ ചെയ്യാൻ എന്നുള്ള ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിനി ഉച്ചത്തേക്കുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചു. ചോറ് ഞാൻ ഇന്നലെ തന്നെ തിളപ്പിച്ച് കുക്കറിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് നമുക്കൊന്നും കൂടി തിളപ്പിച്ച് വടിക്കണമല്ലോ, അതുകൊണ്ട് എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം. തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളം കുറവാണ് കേട്ടോ. അത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ഒരുമാതിരി വറ്റിച്ച ചോറ് പോലെ ആയിപ്പോവും, പിന്നെ കഴിക്കാൻ കൊള്ളത്തില്ല, ആ ഒരു ലെവലിലോട്ട് പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പം കുറച്ച് കീര ഇരിപ്പുണ്ട്, കുറച്ച് കീരയേ ഉള്ളൂ, അപ്പോൾ തികയില്ല. അപ്പം കുറച്ച് സാമ്പാർ പരിപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. വളരെ കട്ടി കുറഞ്ഞ നൈസാണ് കേട്ടോ, നൈസായിട്ട് മാവേലി സ്റ്റോറിന് വാങ്ങിയ പരിപ്പായിരുന്നു. അപ്പം അത് നമുക്ക് ആദ്യം വന്നിട്ട് വേവിച്ചെടുക്കാം ചെറിയ രീതിക്ക്. ഇത് പകുതി വേവായപ്പോഴത്തേക്ക് ഞാൻ കീരയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ വലത് കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടെല്ലാം ഓപ്പോസിറ്റ് സൈഡാണ് കാണിക്കുന്നത്. അതിനോട്ട് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, കാരണം പരിപ്പ് അല്ലെങ്കിൽ വെന്ത് പോകും നന്നായിട്ട്. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്, ഒരു 3/4 പരുവം ആയിട്ടുണ്ട്. അപ്പം കീര കൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് പരിപ്പ് നല്ല പാകത്തിനുള്ള ആയിക്കോളും. വെള്ളം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാലേ കുഴഞ്ഞു പോവല്ല കൂടി. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വയ്ക്കാം നമുക്ക്. അരി വെള്ളം കളയുന്നുണ്ട് കേട്ടോ, അതൊന്ന് നോക്കിയതാണ്. ഇപ്പോൾ തിളച്ചില്ല, തിളക്കാറൊക്കെ ആയി വരണതേ ഉള്ളൂ. ഈ സമയം കൊണ്ട് നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഒഴിച്ചിട്ടാൻ വയ്ക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കീര ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും കീരയും കൂടി വെന്ത് സെറ്റായിട്ടുണ്ട്. മാങ്ങ ഒഴിച്ചിട്ടാൻ വേണ്ടി ഞാൻ മാങ്ങ ഒഴിച്ചിട്ടാൻ വയ്ക്കുന്നൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ. അപ്പോൾ മാങ്ങ ഒഴിച്ചിട്ടാൻ വേണ്ടി ഞാൻ അരിക്കാൻ വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പുളിയും രസവും എല്ലാം വരാൻ വേണ്ടി. അപ്പോൾ കീരയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് തോരന് വേണ്ടി തേങ്ങയും ജീരകവും വെളുത്തുള്ളി മാത്രമേ അടിച്ചിടുന്നുള്ളൂ. നമ്മൾ മാങ്ങ ഒഴിച്ചുകൂട്ടാൻ വേണ്ടിയായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ജീരകം, ചെറിയ ഉള്ളി ഇത്ര നമ്മൾ അതും അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ, അപ്പോൾ പുളിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഈ മാങ്ങയുടെ തന്നെ ഒരു പുളിയും ഇനിപ്പും എല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇനി പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജാറിലുള്ളതും കൂടി ഒന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വേസ്റ്റ് ആക്കണ്ട, അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ജാറും കൂടി കഴുകി. നമ്മളെ കീര ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വറ്റി ഞാൻ കൂട്ടൊക്കെ ഇട്ട് കൊടുത്തു, കിണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ പാറ കല്ല് പോലെയുണ്ട് ഓരോ മാങ്ങകളും. കണ്ടോ, ഓരോ മുട്ടത്തല പോലെയുണ്ട്. അപ്പോൾ നല്ലപോലെ കലക്കിയെടുക്കാം. നല്ല മണമൊക്കെ ഉണ്ടാകും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതിനി നമുക്ക് കടു വറുത്തിടണം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുവും കറിവേപ്പിലയും ഒരു മുളകും ഇട്ട് കൊടുത്ത്, കുറച്ച് ഉള്ളി, കുഞ്ഞുള്ളിക്ക് പകരം സവാള ഇട്ട് കൊടുത്ത്, ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. അതിലോട്ട് നമ്മൾ മാങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഒഴിച്ചിട്ടാനുള്ള മാങ്ങ കലക്കി വെച്ചിരുന്നത് അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ശകലം ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി കേട്ടോ, ഞാൻ കുറച്ച് ഉപ്പ് മുഴുവൻ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങ ഒഴിച്ചിട്ട് എൻ്റെ ജോലി ഏതാണ്ടൊക്കെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വയ്ക്കാനുള്ളത് നൊത്തോലി ഇനി നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവിടെ. അതിന് വേണ്ടിയാണ് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ സവാളയേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല, ചെറിയ ഉള്ളിയില്ല, അപ്പോൾ പിന്നെ സവാളയുടെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി നമുക്ക്
ഒരു പകുതി മിരിങ്ങയ്ക്ക് എടുത്ത് ഞാൻ എൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു പീസ് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടി അതും കട്ട് ചെയ്ത് ഇതിൻ്റെ അടപ്പിൻ്റെ പുറത്തന്നെ വെച്ച് കേട്ടോ. 2 പച്ചമുളകും ഇടയൊക്കെ വെച്ച് ഇതിനിടയ്ക്ക് ആ മാങ്ങ മോട്ടിക്കാൻ വേണ്ടി ഇടക്കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കല്യാണി കേശവും കൂടി. അപ്പോൾ നത്തോലി ഏതാണ്ട് കല്യാണി ഒരു പരുവാക്കി തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി കളയുമെന്ന് വിചാരിച്ചു. മാങ്ങയും മിരിങ്ങയ്ക്കയും പച്ചമുളകും നമുക്ക് മീനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ജാറ് നമുക്ക് കഴുകി ഒഴിക്കാം കേട്ടോ. പച്ചരച്ച് വയ്ക്കുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കല്യാണിക്കൊക്കെ. ചേട്ടന് മീനൊന്നും വേണ്ട, ചേട്ടൻ ഒരു മീനും കഴിക്കാറില്ല. ഒത്തിരിക്കാരൻ്റെ ഞാനങ്ങനെ ഒരുപാട് വെള്ളവും ഒഴിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് വറ്റിപ്പോവില്ല. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി വേണം, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്കൊക്കെ ഞാൻ നൊത്തോലി മീൻ കൂട്ടാൻ വെച്ചെങ്കിൽ ഒന്നിൽ മിരിങ്ങയ്ക്ക കാണും, അല്ലെങ്കിൽ മാങ്ങ കാണും. ഇന്ന് 2 ഉണ്ടായിരുന്നേ. ഇത് 2 ഇടാൻ സാധിച്ചതുകൊണ്ട്. പിന്നെ കറിവേപ്പില 1-2 ഇണക്ക് പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് തന്നെ എടുത്തതാണ്, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ എല്ലാം കൂട്ടാൻ ഇട്ടപ്പോഴത്തേക്കും തീർന്നു പോയി. അങ്ങനെ നമുക്ക് മീൻ നമ്മൾ വെച്ചിട്ടുണ്ട്, നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ. നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറും നല്ല സെറ്റായിട്ടുണ്ട്. പുളിയൊക്കെ കണക്കിനുണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി മീൻ കറിയും മാങ്ങ ഒഴിച്ചിട്ടാൻ മാങ്ങ അച്ചാറും കീരയുമായിരുന്നേ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. ഞാൻ കഴിച്ചപ്പോൾ ഒരുപാട് ലേറ്റായി. അവരൊക്കെ നേരത്തെ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങയുടെ പീസ്, മാങ്ങ കറിയുടെ പീസ് അല്ലാതെ ചാറ് എടുക്കുകയായിരുന്നു. കാരണം പല്ലിൽ കമ്പിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം കൂടി കുറച്ച് മീനിൻ്റെ ചാറും തോരനും മാങ്ങ ഒഴിച്ചുട്ടാൻ്റെ കുറച്ച് ചാറും എല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ച് കഴിക്കണം കേട്ടോ. ഞാൻ കഴിക്കുകയാണേ, ഇവരെല്ലാവരും കഴിച്ചായിരുന്നു. അപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.